ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ അതുപോലെ ഒരാൾ കമൻറ്റ് ചെയ്ത് അങ്ങനെ അനുസരിച്ചാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ ലില്ലി നമുക്ക് എങ്ങനെ സുരക്ഷിതമായിട്ട് കൊറിയർ അയക്കാമെന്നാണ്. നമ്മൾ അയക്കുമ്പോൾ നേരത്തെ ശ്രദ്ധിക്കേണ്ടത് ഇത്രയെങ്കിലും തണ്ട് ആയത് അല്ലെങ്കിൽ കുറച്ചുകൂടെ കുഴപ്പമില്ല, തണ്ട് നല്ല ആയ പ്ലാന്റ് നോക്കി നമ്മൾ എടുക്കണം. അതാകുമ്പോൾ നമ്മൾ കൊറിയർ അയക്കുമ്പോൾ ഒരു 8-10 ദിവസം അടുപ്പിച്ച് നമുക്കിത് കറക്റ്റായിട്ട് ഇരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഡിലേ വന്നാൽ ഇപ്പോൾ താമസിച്ച് പോയാൽ നമ്മളിപ്പോൾ കേരളത്തിന് പുറത്തെവിടെ അയച്ചാലും നന്നായിട്ട് പ്ലാന്റ്സ് ഇരിക്കുക. അപ്പോൾ അതിനുവേണ്ടി ഇത്രയും നല്ലൊരു പ്ലാന്റ് തന്നെ എടുക്കുക. ഞാനിത് നമ്മൾ 150-നാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എല്ലാം പറയുന്നതിനോട് പറഞ്ഞതേ ഉള്ളൂ. ഇത് പിന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ അത് അവർ തരും. അപ്പോൾ ഞാനിതുപോലെ കറുത്ത കവറുകളിലാണ് നട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് നിങ്ങൾ കണ്ടോളുക. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ പ്ലാന്റിന് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കവറുകൾ നട്ടുവാനാണ് നമുക്ക് എളുപ്പം. കേട്ടോ, ഇങ്ങനെ പയ്യെ ആക്കിയെടുക്കുക. അപ്പോൾ ചെളിയോടെ വേണ്ട, ഫുള്ള് വേരിയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. ഇതിൽ പയ്യെ ഇറക്കി വെച്ച് കൊടുക്കുക. അവിടെ അല്പനേരം ഇരുന്ന് ജസ്റ്റ് നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ അല്പം ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മണ്ണ് മാത്രം പോവും. അല്ലാതെ നമ്മൾ എന്തൊക്കെ ശ്രമിച്ചാലും നമുക്ക് വേര് പകുതിയും പോവും. ഇതാകുമ്പോൾ കുറച്ച് വേര് മാത്രമേ നഷ്ടപ്പെടൂ, ബാക്കി വേര് ഫുള്ള് നമുക്ക് കിട്ടും. ഉണ്ടോ, വേരിയുണ്ടോ? അല്പം ഒന്ന് കറക്റ്റാക്കി എടുക്കുക. ഓക്കെ, നമുക്ക് മൊത്തം വേരി ഇട്ടിട്ടുണ്ട്. ഇതിലിരിക്കുന്ന ബാക്കി കുറച്ച് കല്ലൊക്കെ കളയുക, മാക്സിമം കളയുക. കൂടുതൽ ഇതിൽ വച്ചിരിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിലിരുന്ന് കഴിഞ്ഞാൽ അഴുവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഞാൻ ആവശ്യത്തിന് വേര് മാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് പാക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പ്ലാന്റ് സുരക്ഷിതമായിട്ട് നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ടിഷ്യൂ പേപ്പർ, പിന്നെ നമുക്ക് ന്യൂസ് പേപ്പറാണ് ഏറ്റവും ഇതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ടിഷ്യൂ പേപ്പർ എടുക്കുകയാണ്. ടിഷ്യൂ പേപ്പർ ജസ്റ്റ് എടുക്കുക. അതിനെ രണ്ടായിട്ട് ഇങ്ങനെ തന്നെ മടക്കി ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ മൂട് ഭാഗത്തിന് നമുക്ക് ഇതിനെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലൊരു സ്പ്രേയറിൽ നമ്മൾ ഫ്രഷ് വാട്ടർ എടുത്ത് വച്ചിരിക്കുക. നല്ല ഫ്രഷ് വാട്ടർ ആയിരിക്കണം, ക്ലോറിനൊന്നുള്ള വെള്ളം ആവരുത്. നല്ല ഫ്രഷ് വാട്ടർ തന്നെ എടുത്തിട്ട് ബാക്കി കാര്യങ്ങളിൽ പോകണ്ട. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളതിനെ മൂട് ഭാഗം കറക്റ്റായി കഴിഞ്ഞ് ഇനി നമുക്ക് അത് ടിഷ്യൂ പേപ്പറിൽ കറക്റ്റ് ഇരുന്നില്ല എങ്കിൽ നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം, ആ ഭാഗത്ത് ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം. ന്യൂസ് പേപ്പറാണ് കുറച്ചുകൂടെ ബെറ്റർ. അതും കൂടെ വെച്ചൊന്ന് ജസ്റ്റ് ആക്കിയെടുക്കുക. നല്ല രീതിയിൽ തന്നെ വാട്ടർ ഉണ്ട്, നല്ല ഒന്ന് കുതിർത്തെടുക്കുക. കാരണം നമ്മൾ വാട്ടർ പ്ലാന്റ് ആയതുകൊണ്ട് അതിന് വാട്ടറിൻ്റെ അംശം നമുക്ക് ഫുള്ള് വെള്ളത്തിലിട്ട് അയക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എപ്പോഴും ഒരു ഹ്യൂമിഡിറ്റി നിൽക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇനി നമ്മൾ കടകളിലേക്ക് ചോദിച്ചാൽ നമുക്ക് കറിയുടെ കവർ എന്ന് പറഞ്ഞ് കിട്ടും. ഈ കവറാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ കവർ നമുക്ക് ഫസ്റ്റ് ഈ കറിയുടെ കവർ നിങ്ങൾ കുറച്ച് കൊറിയർക്ക് അയക്കുന്നവരാണെങ്കിൽ കുറച്ച് ഒരുമിച്ച് വാങ്ങിച്ച് വെച്ചിരിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇത് നമ്മൾ എടുക്കുക. ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് ഓക്കെ, ഇളക്കിയെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിനെ ഈ മൂട് ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഇതിനുള്ളിലേക്ക് ഇറക്കി കൊടുക്കുക. ഓക്കെ, നമ്മളിതുപോലെ കവറിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ എത്ര പേപ്പർ വെച്ചാലും നമ്മുടെ ഉള്ളിലുള്ള ബാക്കി നമ്മുടെ ബോക്സിൽ വെള്ളം തന്നെ ഇരിക്കാൻ വേണ്ടിയാണ് ഇതുപോലത്തുള്ള കവറുകളിൽ തന്നെ ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കി ഭാഗത്തിന് നമുക്ക് ന്യൂസ് പേപ്പർ എടുക്കുക. ഇനി നിങ്ങൾ ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം പയ്യെ ഇതിനെ എടുത്തിട്ട് ന്യൂസ് പേപ്പറിലോട്ട് വയ്ക്കുക. ഇല ന്യൂസ് പേപ്പറിൽ വരണം. ഇനി നമുക്ക് ന്യൂസ് പേപ്പറിനെ റോൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ മൊത്തം നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന പേപ്പർ വേണമെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ച് ഇല പോവല്. ഇവിടെ ഫുൾ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽപ്പില്ല, ബാക്കി ഇലയുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ള് ഈ പേപ്പറിനെ ഫുള്ളങ്ങ് വെള്ളം നനച്ചെടുക്കുകയാണ്. കണ്ടോ, ഫുള്ള് നല്ല രീതിയിൽ എടുത്തു. ഇലയൊന്നും ഒടിയാതെ സൂക്ഷിക്കുക. ഓക്കെ, ഇനി പയ്യെ നമുക്ക് കണ്ട ന്യൂസ് പേപ്പർ വെച്ച് നമുക്കിങ്ങനെ വളച്ചെടുക്കാം.
ഇനി നമുക്ക് വേറൊരു കവറിലോട്ടാക്കാം. നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് കയറ്റാം. നിങ്ങൾക്ക് വലിയ കവറുണ്ടെങ്കിൽ കുറച്ചുകൂടെ അതായിരിക്കും സേഫ്റ്റി. പിന്നെ സൂക്ഷിച്ച് തന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറ്റുക. ഓക്കെ, കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ബാക്കിൽ കൂടെ ഒരു കവറും കൂടെ നമുക്ക് ആഡ് ചെയ്തോളൂ. ഓക്കെ, ഞാൻ വീണ്ടും കവർ എടുത്തിട്ടുണ്ട്. കണ്ടോ? ഓക്കെ, നമ്മളപ്പോൾ നല്ല രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അത് കണ്ടോ, കവറൊക്കെ എടുത്തിട്ട് അപ്പോൾ ഒരു നല്ല രീതിയിലായിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തിരിക്കുന്ന വാട്ടറൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇൻസുപ്രസ് ഉണ്ടെങ്കിൽ ഒന്ന് കളയാം. ഓക്കെ, ഇപ്പോൾ ഉണ്ടോ നമ്മുടെ പ്ലാന്റ് കറക്റ്റായിട്ട്. ഇനി വേറെ പ്ലാന്റിന് ഏകദേശം നമുക്കൊരു 10 ദിവസം നല്ല ഗ്യാരണ്ടി പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാക്കിങ്ങിലോട്ട് പോകാം ബാക്കി. അപ്പോൾ നമ്മൾ പ്ലാന്റ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ പാക്ക് ചെയ്യുന്ന നമുക്ക് എന്തിലാണ് ഞാൻ പാക്ക് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ തറയിൽ അവിടെ വെച്ച് ചെയ്തപ്പോൾ ഉള്ള ജസ്റ്റ് വാട്ടർ ഡ്രോപ്സ് ഒക്കെ ജസ്റ്റ് ഇതിൽ നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് തുടച്ചെടുക്കുക. അത് നിങ്ങളിപ്പോൾ അല്ലാത്ത സ്ഥലത്ത് വെച്ച് കെയർ ചെയ്തൊക്കെ ചെയ്യണമെങ്കിൽ വലിയ കുഴപ്പമില്ല. ഞാനിപ്പോൾ അവിടെ തറയിൽ വെച്ച് അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടാണ് അതിൽ വാട്ടർ ആയത്. അപ്പോൾ ജസ്റ്റ് ആ വാട്ടറിനെയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാക്കിങ്ങിനുള്ള എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഫാനിൻ്റെ കവറാണ്. ഫാനിൻ്റെ ലീഫ് ഉണ്ടല്ലോ, അതിൽ ലീഫിൻ്റെ കവറാണ്. അപ്പോൾ ഈ കവറാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ട് അതിനെ കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുത്തു. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഡിസ്റ്റൻസ് എല്ലാം കറക്റ്റ് ആയിരിക്കും. കണ്ടോ? ഓക്കെ, ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിൻ്റെ സൈഡിലൊക്കെ തെർമോകോൾ ഇറക്കിയാണ് ഞാനിത് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി വേറെ ക്യാഷ് കൊടുത്ത് വാങ്ങണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് തന്നെ എടുത്തണ്ട. കറക്റ്റ് ഡിസ്റ്റൻസ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ട് ജസ്റ്റ് തെർമോകോൾ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേറെ നമുക്ക് കൊറിയറിൻ്റെ ഇതുപോലത്തെ നമുക്ക് അയക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഇതിൻ്റെ അല്ല നമുക്ക് ഇത് പാസ്പോർട്ടിൻ്റെ വേറെ കറക്റ്റ് ഉള്ളത് വാങ്ങാൻ കിട്ടും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലത്തെ യൂസ് ചെയ്താൽ കുഴപ്പമില്ല. നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്താൽ മാത്രം മതി. പ്ലാന്റ് സേഫായിട്ട് എത്തിയാൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് തെർമോകോളിനെ തന്നെ ഇറക്കി വെച്ച് കൊടുക്കാം. കണ്ടോ, തെർമോകോളിനെ ഇറക്കി വെച്ചു. കണ്ടോ, ഇനി നമുക്ക് പ്രസ്സിങ് ഒന്നും നമ്മളെ പ്ലാന്റിന് ഏക്കില്ല, ആ ഒരു രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അതിനാൽ തെർമോകോൾ സൈഡിൽ വയ്ക്കുന്നത്. ഇനി നമുക്ക് തെർമോകോൾ അതനുസരിച്ച് നോക്കിയിട്ട് വീണ്ടും നമുക്ക് തെർമോകോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, തെർമോകോൾ വീണ്ടും ഞാൻ കുറച്ച് വെച്ച് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സെലോ ടൈപ്പ് വെച്ച് നമുക്ക് തന്നെ കവർ. അപ്പോൾ കൊറിയർ ചെയ്യുന്നവർക്കറിയാം നമുക്ക് ഇതുപോലത്തെ 2 തരത്തിലുള്ള സെലോ ടൈപ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ഇത് രണ്ടും പ്രയോജനമുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ കട്ട് ചെയ്ത് കുറച്ചുകൂടെ നമുക്ക് ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഒട്ടിച്ചെടുത്താലും ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യും. നല്ല കട്ടിയുള്ളത് നോക്കി തന്നെ വാങ്ങണം. ഇതൊന്ന് 50 രൂപയ്ക്കേ ഉള്ളൂ. ഒരു റോള് 50 രൂപയ്ക്കകത്ത് വരും. ഇത് വന്നിട്ട് ഒരു റോള് 60 വരും. ഇനി ഇതിൻ്റെ ചുറ്റും വരുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കാം. ഇളകി പോകുന്നതിനൊക്കെ സൈഡിലൊക്കെ അങ്ങോട്ട് തിരിക്കണം. ഇനി നമുക്ക് മുകൾ ബാക്കിൽ നിന്ന് കണ്ട ചുറ്റും ഒന്ന് റൗണ്ട് അടിച്ചു വിടുക. അപ്പോൾ കറക്റ്റായിട്ട് പ്ലാന്റിന് അല്ലെങ്കിൽ നമുക്കിൻ്റെ സൈഡ് കൊണ്ട് വിട്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും. കണ്ട, ഈ ഭാഗമൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ചിലപ്പോൾ അത് വിട്ടുപോകും. ഇനി ഇങ്ങനത്തെ റൗണ്ട് കൊണ്ട് കൊടുക്കാം. ഓക്കെ, ഇത്രയും മതി. പ്ലാന്റ് സേഫ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അട്രാക്റ്റീവ് ആയിരിക്കും വേണമെങ്കിൽ നമുക്കിത് ഫുള്ള് നമുക്ക് ഇത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വെച്ച് കവർ ചെയ്താലും മതി. ഈ ഭാഗം, ഈ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം മാത്രം ഞാൻ ഇത് വെച്ച് ക്ലോസ് ചെയ്യുന്നു.
ഓക്കെ, കൂടെ ഈ ഭാഗത്ത് കൊടുക്കാം, കാരണം ഇവിടെ നമ്മൾ ഓപ്പണിംഗ് ആണല്ലോ. ഓക്കെ, ഇത് മതി. ഓക്കെ, ഇനി നമുക്ക് എഴുതി വെച്ചിട്ടുള്ള അഡ്രസ്സും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലോട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ അഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ ഉറപ്പായിട്ട് ഇതിലേ ഒട്ടിക്കാവും, മറ്റേ പുറത്തൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അപ്പോൾ അഡ്രസ്സ് എടുത്തതിന് ശേഷം നമ്മൾ അഡ്രസ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത് അഡ്രസ്സിൻ്റെ പുറത്തൂടെ നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന എന്തിനെന്ന് പറഞ്ഞാൽ, നമ്മൾ അഡ്രസ്സിൻ്റെ പുറത്തൂടെ ഇത് ഒട്ടിക്കുന്ന എന്തിനെന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തായാലും കാരണവശാൽ ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും വെള്ളം നനഞ്ഞ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തൂടെ ഒട്ടിച്ചില്ലെങ്കിൽ നമ്മുടെ ഇത് മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അവർക്കറിയാൻ പറ്റില്ലല്ലോ പിന്നെ അഡ്രസ്സ് ഇല്ലെങ്കിൽ. അഡ്രസ്സിന് ബാക്കി നമ്പരൊന്നും മാഞ്ഞു പോകാത്ത രീതിയിൽ ഉറപ്പായിട്ട് ഇത് വെച്ചൊന്ന് നിങ്ങൾ ചെയ്തേക്കണം. ഇനി നിങ്ങളിതിൽ ഇവിടെ ലൈവ് പ്ലാന്റ് എന്നും കൂടെ ജസ്റ്റ് ഒന്ന് നമ്മളെ പെർമനൻറ്റ് മാർക്ക് വെച്ച് എഴുതി കൊടുക്കുക. നിങ്ങൾ ലൈവ് പ്ലാന്റ് ആണ് അയക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഫിഷൊക്കെ അയക്കുകയാണെങ്കിൽ ഫിഷ് നമുക്ക് ഇതുപോലെ കുറച്ചുകൂടെ നമ്മൾ വിസ്തീർണ്ണമുള്ളതാണ് ഫിഷ് അയക്കുന്നത്. അപ്പോൾ അതിലാണെങ്കിൽ നമുക്ക് ലൈവ് ഫിഷ് എന്നൊക്കെ എഴുതി അയക്കാം. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് കരുതുന്നു. ഞാൻ ഇങ്ങനെയൊക്കെയാണ് കൊറിയർ അയക്കുന്നത്. നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 5-6 പിന്നെ 10 ദിവസത്തിന് അടുപ്പിച്ചും ചില പ്ലാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ചിലപ്പം 10 ഒക്കെ ആകുമ്പോൾ ചില പ്ലാൻസ് ചിലപ്പോൾ ഒന്ന് ചീത്തയായി തുടങ്ങും. പക്ഷെ അതും അവർക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്. മാക്സിമം ഒരു 6, 7, 8 ഈ ഒരു ദിവസത്തിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പ്ലാന്റ്സ്. പക്ഷേ ഒരു 5 ദിവസത്തിനകത്ത് കിട്ടിയാലാണ് പ്ലാന്റ് കറക്റ്റ് നമുക്ക് ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പ്ലാന്റ് അല്പം ഒന്ന് വാടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് ആരും സൈനിങ് ഔട്ട്.